സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ പറുദീസയുമായി അന്ന ഫുട്വെയർ ആൻഡ് സ്പോർട്സ്. കനറ ബാങ്കിന് എതിർവശം മെയിൻ റോഡ്, ചേലക്കര. തെരുവോരങ്ങളിൽ അലഞ്ഞു നടന്നിരുന്ന മധ്യവയസ്കന് തുണയായി പഴയന്നൂരിലെ പൊതുപ്രവർത്തകർ. നാടും വീടുമറിയാതെ പഴയന്നൂരിലെത്തിയ തമിഴ്നാട് സ്വദേശിയെ പോലീസിന്റെ സഹായത്തോടെ ബന്ധുക്കളെ ഏൽപ്പിച്ചു. ഓർമ്മക്കുറവ് മൂലം നാടും വീടുമറിയാതെ പഴയന്നൂരിലെത്തിയ തമിഴ്നാട് കോയമ്പത്തൂർ തുടിയല്ലൂർ പഞ്ചായത്തിൽ നേതാജി സ്ട്രീറ്റിൽ മഹേന്ദ്ര എന്ന 49-കാരനെയാണ് 8 മാസങ്ങൾക്ക് ശേഷം ഉറ്റവരുടെ കൈകളിൽ ഭദ്രമായി എത്തിച്ചത്. 8 മാസങ്ങൾ മുൻപാണ് ഇയാൾ വീട് വിട്ടിറങ്ങിയത്. പിന്നീട് വീട്ടുകാർക്ക് ഇദ്ദേഹം എവിടെയാണെന്ന് കണ്ടെത്താനായില്ല. കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ തമിഴ്നാട് പോലീസിൽ പരാതി നൽകി അന്വേഷിച്ചു വരികയായിരുന്നു. പല നാടുകളിൽ സഞ്ചരിച്ച് ഒടുവിൽ മഹേന്ദ്രൻ പഴയന്നൂരിലെത്തി. ഇതിനോടകം തന്നെ രൂപഭാവങ്ങളും മാറി. പഴയന്നൂരിലെ പൊതുപ്രവർത്തകരായ വടക്കേത്തറ സുരേഷ് കുമാർ, ഓട്ടോ തൊഴിലാളിയായ ജയനും സുഹൃത്തുക്കളുമാണ് മഹേന്ദ്രന്റെ ഉറ്റവരെ കണ്ടെത്താൻ നിമിത്തമായത്. ആഗസ്റ്റ് മാസത്തിലെ വിനായക ചതുർത്ഥി ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ വഴി തെറ്റി ഇവിടെ എത്തിയാണ്. മാസങ്ങൾ പലത് കഴിഞ്ഞു. പഴയ ടൗണിൽ വന്നിട്ട് 2 മാസത്തോളമായി. ഇന്നലെ ഓട്ടോ ഡ്രൈവർ ഞങ്ങളെല്ലാവരും കൂടി ചോദിച്ചപ്പോൾ ഒരു ഫോൺ നമ്പർ പറഞ്ഞു. ആ നമ്പർ പ്രകാരം വിളിച്ചപ്പോൾ അവരുടെ വീട്ടുകാർ ഫോൺ എടുക്കുകയും ഇയാളുടെ ഫോട്ടോ അയച്ചു കൊടുത്ത് ഉറപ്പുവെച്ച ശേഷം ഞങ്ങൾ സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ഇന്ന് അവരുടെ കുടുംബക്കാരെ അമ്മയും ഏട്ടനും കൂട്ടുകാരും എല്ലാവരും കൂടി വന്നിട്ടുണ്ട്. സ്റ്റേഷനിൽ ഹാജരാക്കിയ ശേഷം ഇവിടുന്ന് അവരെ നാട്ടിൽ കൂട്ടിയിട്ടുണ്ട്. മഹേന്ദ്രന്റെ പേരും വിലാസവും ചോദിച്ചറിയാനുള്ള ശ്രമം പരാജയപ്പെട്ടെങ്കിലും മഹേന്ദ്രൻ നൽകിയ മൊബൈൽ ഫോൺ നമ്പർ വഴിത്തിരിവായി മാറുകയായിരുന്നു. ഫോൺ നമ്പർ വഴി വാട്സാപ്പിൽ ഇയാളുടെ ചിത്രങ്ങൾ കണ്ട ബന്ധുക്കൾ മഹേന്ദ്രനെ തിരിച്ചറിഞ്ഞു. ഉടൻ പഴയന്നൂർ പോലീസിൽ വിവരമറിയിച്ചു. തുടർന്ന് വ്യാഴാഴ്ച ഉച്ചയോടെ പ്രായമായ അമ്മയും ബന്ധുക്കളും ടാക്സിയുമായി പഴയന്നൂരിലെത്തി. പോലീസ് നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷം മഹേന്ദ്രനെ ഉറ്റവർക്കൊപ്പം സ്വന്തം നാട്ടിലേക്ക് മടക്കി അയച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, പഴയന്നൂർ.